വെക്കും തന്നെ അവൾ ഋക്ഷകുമാരരോൾ കക്ഷിയടക്കാൻ ചൊല്ലിയ നേരം തൻ തപശക്രിയാവാഹിച്ച് രാമ സവിധത്തിൽ എത്തി ചടിതിയിൽ കീശരുമൊത്ത് ജന്മനാശങ്ങൾക്കതീതനാമീശനെ കണ്ട് തപോധന തൽക്ഷണം തന്നെ തുംഗഭക്തിയാൽ പ്രദക്ഷിണം ചെയ്തിട്ട് സന്തോഷത്തോടെ ചൊല്ലിയവനോട് രാജരാജേന്ദ്ര രാമാദയാനിധേ തവ ചേവടിയായ ഞാൻ നിന്നെ ക്ഷണം കാക്ഷിച്ച് ഏറെ സഹസ്രം വർഷങ്ങളോളം ധ്യാനിച്ചിരുന്നു വനാന്തരം തന്നിൽ. രാജരാജേന്ദ്ര രാമാദയാനിധേ തവ ചേടിയായ ഞാൻ നിന്നെ ക്ഷണം കാക്ഷിച്ചേറെ സഹസ്രം വർഷങ്ങളോളം ധ്യാനിച്ചിരുന്നു വനാന്തരം തന്നിൽ. ആദിയും അന്തവുമേതുമില്ലാതെ വ്യാപ്തമായി നീ വസിപ്പൂ ദയാനിധേ. ഈ വിശ്വത്തിൻ വേധാവായി വേദസ്വരൂപനായി വർത്തിക്കുന്ന ദേവാ നിത്യം നമോസ്തുതേ. സർവഭൂതത്തിലും അന്തസ്ഥിതനായി സർവശാസ്ത്രപാരംഗതനായി സർവപ്രാണികൾക്കും മോക്ഷദനായി നൈകാത്മാവായി നിവർത്തിക്കുന്നു ചിരം. നിൻ പാദദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം താപത്രയാപഹം. ചിന്മയ നിന്നെ അറിയുന്നു നിത്യവും ജന്മജന്മാന്തര പുണ്യങ്ങൾ ചെയ്തവർ. പുത്രീ പുത്രന്മാരും മിത്രവും പത്നിയും പത്തനമേറെയും മറ്റു കാര്യങ്ങളും എത്രയും കാക്ഷിച്ച് ഗർവം പൂണ്ട ജനം ചിത്തം പൂതമാക്കാൻ രാമമന്ത്രം ജപിക്കണം. ധാത്രി തന്നിൽ പല വേഷമെടുത്ത് ജാതനായി ബഹുവിധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തൊൽക്കഥാശ്രവണങ്ങൾ പീയൂഷമാക്കും ഭക്തോത്തമരെന്ന് ചൊൽവൂ ചില ജനം. പാർത്ഥിവൻ നേമിക്ക് തൻ്റെ തപോബല സിദ്ധിയായി നീ ജാതനായി എന്നും തൻ ജായയാം കൗസല്യ തന്നുടെ ഭക്തിയാൽ നീ ജാതനായി എന്നും ചൊൽവൂ ചില ജനം. വൈദേഹി തന്നുടെ ഭാഗ്യനക്ഷത്രമായി മെയ്യാവതാരമെടുത്തെന്ന് ചൊൽവൂ ചില ജനം. ദുഷ്ടരാം കർബുരന്മാരെ ഹനിക്കാൻ പൃഥ്വിയിൽ അവതരിച്ചെന്നും ചൊൽവൂ ചില ജനം. വേദാവിനർത്ഥനമാനിച്ച് ഭൂമി തൻ ഭാരം കുറയ്ക്കാനായി വന്നെന്നും അറിയുന്നു. ദേവകൾ തന്നുടെ ദുഃഖ നിവൃത്തിക്കായി പാരം ജന്മമെടുത്തെന്നും ചൊൽവൂ. നിന്റെ കഥകൾ കഥിക്കുന്നവർക്കും നിന്റെ സ്തുതിഗീതം കേൾക്കുന്നവർക്കും സംസാരസാഗരം താണ്ടുവാനായിട്ട് അഞ്ജസാ സാധിക്കുമെന്നും അറിയുന്നു. മായാമോഹത്തിൽ പെട്ടുഴലുന്നെനിക്ക് നിന്നെ അറിയാൻ എഴുതല്ല നിർണയം. കർമ്മബന്ധങ്ങളിൽ ആകൃഷ്ടനായി അന്ധകൂപത്തിൽ പതിച്ചിടുന്നു ഞാൻ. ഇങ്ങനെ ചൊല്ലി സ്തുതിച്ച യോഗിനിയെ ചിന്മയനാം രാമനുത്ഥാനം ചെയ്യിച്ച് തൻ വാഞ്ചിതമറിയിക്കാൻ ഉര ചെയ്ത് തൻ കരപത്മത്താൽ തഴുകിത്തലോടി. പിന്നെ സ്വയംപ്രഭ തൻ മനതാരിൽ നിശ്ചയെ മാനിക്കാനിക്കാവിധമോദി. പിന്നെ സ്വയംപ്രഭ തൻ മനതാരിൻ നിശ്ചയെ മാനിക്കാനിക്കാനീ വിധമോദി. തൊൽപാദ ഭക്തി കിളക്കമുണ്ടാകാതെ യാഗണം മമ ജീവനം നിർണയം. നിൻ പാദഭക്തരാൽ സംഗമം വേണം നീ എൻ അന്തരംഗത്തിൽ വസിക്കേണമെന്നും. കണ്ടകന്മാരുമായി സംഘമില്ലാതാകണം മമ കർത്തവ്യങ്ങൾ ചെയ്യാൻ സക്രിയുണ്ടാകണം.
സീതയും നിൻ പ്രിയ സഹജനുമൊത്ത് ബാണധനുർധരനായി നിൽക്കും. നിന്നെ ആലോകനം ചെയ്യാൻ അനുഗ്രഹിക്കേണം നീ ഏതു കാലവുമിൻ മനക്കാമ്പിൽ നിർണയം. ഇങ്ങനെ ചൊല്ലിയ യോഷയോട് രാമൻ മന്ദസ്മിതം ചൊല്ലി അരുളി ചെയ്തേവം. പോക ഭദ്രേ ദീപദര്യാശ്രമം തന്നിലാവാസം ചെയ്ത് ധ്യാനിച്ചിരിക്ക നീ. പഞ്ചഭൂതാത്മകമായ ഗാത്രം വെടിഞ്ഞിട്ട് അഞ്ജസാ ചേരും നീ എന്റെ പാദത്തിൽ. എന്നതുപോലെ ചെയ്ത തപസ്വിനി ജന്മബന്ധ വിമോചിതയായൊരു നാളിൽ